കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ പേർ ഉന്നത പഠനത്തിനും തുടർന്നങ്ങോട്ടുള്ള ജോലിക്കുമായി കുടിയേറുന്ന രാജ്യങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കാനഡയാണ്. നേരത്തെ തന്നെ കാനഡയിലേക്ക് പറക്കുന്നവരുണ്ടെങ്കിലും കോവിഡിന് ശേഷം ഇത് കൂടുതലായി വർദ്ധിച്ചു. പഠനത്തിനും ജോലിക്കുമായി കാനഡയിലേക്ക് പറന്ന് അവിടെ നിന്ന് PR സ്വന്തമാക്കി ജീവിതം സുരക്ഷിതമാക്കുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം. കാനഡയിലെ കുടിയേറ്റ നിയമങ്ങൾ ലളിതമായതും ജീവിത സാഹചര്യവും ജോലി സാധ്യതയും ഉയർന്നതായതുമാണ് കാനഡയിലേക്ക് ആളുകൾ പറക്കുന്നതിനുള്ള കാരണം. കേരളത്തിൽ നിന്നും കാനഡയിലേക്ക് പറക്കുന്നവരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് കാനഡയിലേക്ക് കുടിയേറുന്നത്. എന്നാൽ ഈ കുടിയേറ്റം വർദ്ധിച്ചതോടെ കാനഡയിലെ സാഹചര്യങ്ങൾ മാറി. തൊഴിൽ പ്രതിസന്ധി, താമസ സൗകര്യങ്ങളിലെ അപര്യാപ്തത തുടങ്ങിയവയെല്ലാം കടുത്ത പ്രശ്നങ്ങളിലേക്കാണ് കാനഡയെ നയിച്ചത്. അതോടൊപ്പം ഗവൺമെന്റിന്റെ കുടിയേറ്റ നയത്തിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നു. കാനഡയിലെ സാഹചര്യം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കടന്നപ്പോൾ കുടിയേറ്റം പിടിച്ചുകെട്ടാനുള്ള നീക്കങ്ങളിലേക്ക് കാനഡ കടന്നിരിക്കുകയാണ്. സ്റ്റുഡന്റ് പെർമിറ്റ് അനുവദിക്കുന്നതിലുൾപ്പെടെ അടുത്തിടെ പല നിയന്ത്രണങ്ങളും രാജ്യം നടപ്പാക്കിയിരുന്നു. ഇപ്പോഴിതാ വർക്ക് പെർമിറ്റ് ഉൾപ്പെടെയുള്ളവയ്ക്ക് പുതിയ നിയന്ത്രണങ്ങൾ നടപ്പാക്കുകയാണ് രാജ്യം. നവംബർ 1 മുതലാണ് ഈ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതെന്നാണ് സൂചന. പുതുതായി വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ ഇങ്ങനെയാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് ഭാഷാ പ്രാവീണ്യം നിർബന്ധമാക്കും. അതായത് സ്റ്റുഡൻസിന് ഇംഗ്ലീഷിലോ ഫ്രഞ്ചിലോ മിനിമം പ്രാവീണ്യമുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഇതോടൊപ്പം യൂണിവേഴ്സിറ്റി ബിരുദധാരികൾ കനേഡിയൻ ബെഞ്ച് മാർക്ക് ലെവൽ സ്കോർ 7 നേടിയിരിക്കണം. കോളേജ് സ്റ്റുഡൻസിന് ഇത് 5 ആയിരിക്കും. PR അഥവാ പെർമനന്റ് റെസിഡൻസി നേടാൻ ഇത് വിദ്യാർത്ഥികളെ സഹായിച്ചേക്കും. എന്നാൽ ഈ നിയമം നടപ്പാക്കുമ്പോൾ അപേക്ഷകരുടെ എണ്ണം 1,75,000 കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. പങ്കാളികൾക്കുള്ള വിസ അനുവദിക്കുന്നത് സംബന്ധിച്ചും കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കും. നവംബർ 1 മുതൽ എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ്, അഭിഭാഷകൻ, ശാസ്ത്രജ്ഞൻ തുടങ്ങി ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ പങ്കാളികൾക്ക് മാത്രമായി വിസ അനുവദിക്കും. നിലവിൽ രാജ്യത്തെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം 6.5%. ഇത് 5% കുറയ്ക്കുവാനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചേക്കുമെന്നാണ് വിവരം.